എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഒന്നാമത്തെ പാഠഭാഗം നീലി ചിടിയ. നീലി ചിടിയ, നീല നിറമുള്ള പക്ഷി. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ മലയാളം അർത്ഥവും വരികളും എങ്ങനെ നമുക്ക് ഹിന്ദി വായിക്കാം എന്നതൊക്കെ നമ്മളിപ്പോൾ 3 വീഡിയോസിലായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അവസാനത്തെ 8 വരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ. ഇസ് എന്ന് പറഞ്ഞാല് ഈ, ഇത്, ദിസ് എന്നുള്ള അർത്ഥമാണ്. ഇസ് ഡാലി. ഡാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പാണ്. ഡാലി. ഓക്കെ. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ. ഈ കൊമ്പിന്ന് മറ്റേ കൊമ്പിലേക്ക്. ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ. ഉഡ് ഉഡ് ജാനെ വാലി ചിടിയ എന്ന് പറഞ്ഞാൽ പറന്നു പോകുന്ന പക്ഷി. ഓക്കെ. ഉഡ് ഉഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്നു പോകുക. ഉഡ് 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 ജാനെ വാലി പക്ഷി. ലാഖ് ബുലായെ ലേക്കിൻ മേരെ. ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഖ്. ലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലക്ഷം. ലാഖ്. ലാഖ് എന്ന് പറഞ്ഞാൽ ലക്ഷം. ലാഖ് ബുലാവും, ലക്ഷം പ്രാവശ്യം വിളിച്ചാലും. ലേക്കിൻ മേരെ, എന്നാൽ എൻ്റെ. ലേക്കിൻ എന്ന് പറഞ്ഞാൽ എന്നാൽ. എഴുതി കി, ലേക്കിൻ എന്നാൽ. മേരെ പാസ് ന ആനെ വാലി ചിടിയ, എന്നാൽ എൻ്റെ അടുത്ത് വരാത്ത പക്ഷി. പാസ് എന്ന് പറഞ്ഞാല് അടുത്ത്. ന പാസ് എന്ന് പറഞ്ഞാൽ എന്താ? ന എന്ന് പറഞ്ഞാൽ നോ, ഇല്ല, അടുത്ത് വരാത്ത. ഓക്കെ. പിന്നെ അടുത്ത 4 ലൈന് നമ്മൾ ആദ്യം പഠിച്ച നീലെ ആസ്മാൻ സെ ഉതരി നീലി ഏക്ക് നിരാലി ചിടിയ. ഗാത്തി ഉടനെ വാലി ചിടിയ, ഉടുത്തി ഗാനെ വാലി ചിടിയ. അത് നമ്മുടെ ഫസ്റ്റ് പഠിച്ച 4 ലൈൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഓക്കെ. ഇസ് എന്ന് പറഞ്ഞാൽ ഈ. ഡാലിസെ കൊമ്പിൽ നിന്നും. ഉസ് ഡാലി പർ ആ കൊമ്പിലേക്ക്. ഉഡ് ഉഡ് പറന്ന് പറന്ന്. ജാനെ വാലി ചിടിയ പോകുന്ന പക്ഷി. ജാനെ വാലി എന്ന് പറഞ്ഞാൽ, ജാന എന്ന് പറഞ്ഞാൽ പോവുക, ചിടിയ പക്ഷി. അപ്പൊ ഇസ് ഡാലിസെ ഉസ് ഡാലി പർ ഉഡ് ജാനെ വാലി ചിടിയ. ഓക്കെ. ഈ കൊമ്പിൽ നിന്ന് ആ കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി. ലാഖ് ബുലാവും ലേക്ക് മേരെ പാസ് ന ആനെ വാലി ചിടിയ. ലാഖ് ബുലായം. ലാഖ് ബുലാവ് എന്ന് പറഞ്ഞാൽ ലക്ഷം വട്ടം, അല്ലെങ്കിൽ എത്ര തവണ. ബുലാവും വിളിച്ചാലും. ബുലാവും എന്ന് പറഞ്ഞാൽ വിളിച്ചാലും. ലേക്കിൻ മേരെ എന്നാൽ എൻ്റെ. എൻ്റെ പാസ് ന ആനെ എൻ്റെ അടുക്കലേക്ക് വരാത്ത പക്ഷി. ഇതാണ് ഈ ഒരു 4 വരിയുടെ അർത്ഥം. ഇനി ഓരോ വേർഡുകളായിട്ട് നമുക്ക് നോക്കാം. ഇസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈ, ഇത് എന്നുള്ള അർത്ഥം. ദിസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. മീനിങ് ഇസ്, ഇസ്. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുക. പിന്നെ അടുത്തത് ഡാലി. ഡാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില്ല, മരക്കൊമ്പ്. ഡാലി എന്ന് പറഞ്ഞാൽ എന്താ? മരക്കൊമ്പ്. മരക്കൊമ്പിൽ നിന്നും. ഡാലീസെ എന്ന് പറഞ്ഞാൽ മരക്കൊമ്പിൽ നിന്നും. ഉസ് ഉസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്. ഉസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്, അത് എന്നുള്ള അർത്ഥമാണ്. ഉസ്. പർ എന്ന് പറഞ്ഞാൽ മേൽ. ഉഡ് ഉഡ്. ഉഡ് ഉഡ് എന്ന് പറഞ്ഞാൽ എന്താ? പറക്കുക, പറന്ന് പറന്ന്. ജാനവാലി പോകുന്ന. ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി. ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം. ഇവിടെ അർത്ഥാക്കുന്ന എത്ര വിളിച്ചാലും അടുത്തേക്ക് വരാത്ത എന്നുള്ള രീതിയിലാണ്. ഓക്കെ. ബുലാവു. ബുലാവു എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചാലും. ലേക്കിൻ എങ്കിലും, പക്ഷേ. മേരെ എൻ്റെ. പാസ് അടുത്ത്. ആനെ വാലി എന്ന് പറഞ്ഞാൽ വരാത്തത്. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിന്റെ എല്ലാ വരികളുടെയും വിശദമായ അർത്ഥം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇത് ഒരൊറ്റ വീഡിയോയിൽ അടുത്തതായിട്ട് കാണാം. ഓക്കെ. ഇനി ഇതിനോടനുബന്ധിച്ച് നമുക്ക് ചോദ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കേട്ടോ.